Yeah, Amit, you want to read that portion? Yeah. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ള കുതിര പ്രത്യക്ഷമായി. അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല. തലയിൽ അനേകം രാജമുടികൾ. എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന പേർ പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ള കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു. രാജാധിരാജാവും കർത്താധി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും തിന്മാൻ മഹാദൈവത്തിന്റെ അത്താഴത്തിന് വന്നുകൂടുവീൻ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നു കൂടിയത് ഞാൻ കണ്ടു. മൃഗത്തെയും അതിന്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്ന് അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു. Okay, so we'll start by just revising what we have seen so far. നമ്മൾ ഈ കാലയളവുകളിൽ നമ്മൾ കണ്ട വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് നമ്മൾ പഠിച്ചത് എന്താണെന്ന് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നോക്കാം. Chapter 1 was Jesus' glory and chapter 2 was the church age which we are in right now. ഒന്നാമത്തെ അധ്യായം കർത്താവിന്റെ മഹത്വത്തെ കുറിച്ചും 2-3 അധ്യായങ്ങളിൽ സഭാ കാലയളവിനെ കുറിച്ചുമാണ് പഠിച്ചതെന്ന് നമ്മൾ കണ്ടുവല്ലോ. So and after that we see that the rapture of the church takes place and the great tribulation 7-year period starts. അതിനുശേഷം സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും അതിനുശേഷം മഹാപീഡനകാലം 7 വർഷത്തേക്കുള്ള മഹാപീഡനകാലം ആരംഭിക്കുകയും ചെയ്യുന്നു. And then we saw chapters 4 and 5 was worship in heaven and Jesus receiving the scroll. 4-5 അധ്യായങ്ങളിൽ സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയെ കുറിച്ചും കർത്താവായ യേശു ക്രിസ്തുവിന് മുദ്ര 7 മുദ്രകളും നൽകപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടു. We see that the Antichrist during this period will come in peacefully. ആ സമയത്ത് തന്നെ എതിർ ക്രിസ്തു വളരെ സമാധാനപരമായിട്ട് രംഗപ്രവേശനം ചെയ്യുന്നതായിട്ട് we see that Israel will be at peace during this time and this might be the time that temple worship will also be initiated. ഈ കാലയളവിൽ ഇസ്രായേലിൽ സമാധാനം വരികയും ആരാധന ദേവാലയത്തിൽ ആരാധന പുനഃക്രമീകരിക്കപ്പെടുകയും ചെയ്യും എന്ന് നമ്മൾ കണ്ടു. Then the latter 3.5 period the Antichrist will show his true colors. രണ്ടാമത്തെ ഭാഗത്ത് അവസാനത്തെ 3.5 വർഷ കാലയളവിൽ തന്റെ തനി നിറം എതിർ ക്രിസ്തു കാണിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. അത് 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു. And meanwhile we see in the the 7 seal judgments are released. 7 മുദ്രകളിലൂടെയുള്ള ന്യായവിധി വരുന്നതായിട്ട് നമ്മൾ ആ സമയത്ത് കണ്ടു. We saw the 1,44,000 Jewish background evangelists who would go out into the world. 144,000 യഹൂദ വിശ്വാസത്തിൽ ഉണ്ടായിരുന്ന ക്രിസ്തീയ മത കർത്താവിൽ വിശ്വസിക്കുന്നവർ അവര് കർത്താവിനെ സാക്ഷിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. And then we saw also the tribulation saints who will come to faith through these evangelists.
ഈ 144,000 യഹൂദ പാരമ്പര്യമുള്ള സാക്ഷികളിലൂടെ രക്ഷിക്കപ്പെടുന്ന മഹാപീഡന കാലത്തുള്ള വിശുദ്ധന്മാരും ഉണ്ട് എന്ന് നമ്മൾ കണ്ടു. And the second set of judgments would be the 7 trumpets. 7 കാഹളനാദത്തിലൂടെയുള്ള 7 ന്യായവിധികളും ഉണ്ട് എന്ന് നമ്മൾ കണ്ടു. In between chapter 10 we saw that mighty angel with the small scroll. 10ാമത്തെ അധ്യായത്തിൽ ഒരു വലിയ ദൂതന്റെ കയ്യിൽ ഒരു ചെറിയ മുദ്രയുണ്ട് എന്ന് നമ്മൾ കണ്ടു. And we saw that how persecution will take place and many of the tribulation saints will be martyred. ഇതിനു ശേഷം വളരെയധികം പീഡനങ്ങൾ ഉണ്ടാകുകയും ഈ വിശുദ്ധന്മാരെല്ലാവരും മിക്കവരും തന്നെ കൊല്ലപ്പെടുകയും രക്തസാക്ഷിത്വം വഹിക്കുകയും ചെയ്യുമെന്ന് നമ്മൾ കണ്ടു. And during the latter half we saw how Israel will be deceived, that Jerusalem will be run over by Gentiles. ഇതിന്റെ അവസാന കാലയളവുകളിൽ ഇസ്രായേൽ രാജ്യം വഞ്ചിക്കപ്പെടുകയും അതിലൂടെ എല്ലാം ജാതികളായിട്ടുള്ളവർ നടക്കുകയും അവർ അധികാരത്തിൽ വരികയും കൈയടക്കുകയും ചെയ്യുമെന്ന് നമ്മൾ കണ്ടു. And then after that the 2 witnesses, and then we saw the antichrist, false prophet, and the new world order. 2 സാക്ഷികളുടെ കാര്യം നമ്മൾ 11ാമത്തെ അധ്യായത്തിൽ വായിച്ചു. അതിനുശേഷം കള്ളപ്രവാചകനും പുതിയ നിയമ ലോകത്തിലുള്ള പുതിയ നിയമ വാഴ്ച അതിനെക്കുറിച്ചും എല്ലാം നമ്മൾ കണ്ടു. And we saw the last set of judgments, the 7 bowls judgment. 16ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഏറ്റവും അവസാനത്തെ ന്യായവിധിയായ 7 കലശങ്ങളിലൂടെയുള്ള ന്യായവിധികളെ കുറിച്ച് നമ്മൾ കണ്ടു. And we saw the doom of Babylon, how Babylon would be destroyed. 17ാമത്തെ അധ്യായത്തിൽ ബാബിലോണിന്റെ നാശത്തെ കുറിച്ച് നമ്മൾ കണ്ടു. And last time we saw the marriage of the lamb. കഴിഞ്ഞ ആഴ്ച നമ്മൾ കുഞ്ഞാടിന്റെ കല്യാണത്തെ കുറിച്ചാണ്, വിവാഹത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. And so now we are reached we're reaching right to the very end, and today we will be seeing Christ return to the earth. ഏറ്റവും ഒടുവിലായി കർത്താവിന്റെ വരവ് ആണ്, അതാണ് നമ്മൾ ഇന്ന് കാണുവാനായിട്ട് പോകുന്നത്. And then we have Millennium chapter 20, and in 21 and 22 the new heaven and new earth. 20ാമത്തെ അധ്യായത്തിൽ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് നമ്മൾ പഠിക്കും. 21ഉം 22ഉം അധ്യായങ്ങളിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും അതിനെക്കുറിച്ചും നമ്മൾ പഠിക്കും. So in today's study, as an outline, we'll be seeing first the description of Jesus at his second coming. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി കർത്താവ് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. And then we're going to see what Jesus is going to do when he comes again. കർത്താവ് യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോൾ എന്ത് താൻ ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ അത് കഴിഞ്ഞ് കാണും. And we're going to see the final battle of the war. ഏറ്റവും അവസാനം നടക്കാനിരിക്കുന്ന ആ വലിയ യുദ്ധത്തെ കുറിച്ച് നമ്മൾ കാണും. And then we'll see the fate of the beast, the false prophet, and their followers. മൃഗത്തിന്റെയും കള്ളപ്രവാചകന്റെയും അവരെ അനുഗമിക്കുന്ന അനുയായികളുടെയും ഒടുവിലായി സംഭവിക്കുന്ന അവരുടെ വിധി എന്താണ് എന്ന് നമ്മൾ കാണും. So first of all, we'll have a look at the description of Jesus at his second coming. കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് മുന്നോടിയായിട്ട് തന്റെ വരുന്ന കർത്താവിനെ കുറിച്ചുള്ള വിവരണം എന്താണെന്ന് നമുക്ക് നോക്കാം. So in verse 11 it says that the heavens opened to reveal Jesus on a white horse. നമ്മൾ 11ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് സ്വർഗം തുറന്നിരിക്കുന്നതും അതില് വെള്ളക്കുതിരയിൽ ഇരിക്കുന്ന കർത്താവിനെയുമാണ് അവിടെ കാണുന്നത്. And the last time we read in the Gospels when Jesus rode into Jerusalem, he was on a donkey.
യെരുശലേമിലേക്ക് ഏറ്റവും ഒടുവിലായി യെരുശലേമിലേക്ക് കർത്താവ് പ്രവേശിച്ചത് ഒരു കഴുതക്കുട്ടിമേൽ ആണ് എന്ന് നമുക്ക് ഓർക്കാം. And the word said, "See your king coming meek and humble, riding on a donkey." താഴ്മയോടുകൂടി യെരുശലേമിലേക്ക് കടന്നു വരുന്ന നിങ്ങളുടെ രാജാവിനെ ഉറ്റുനോക്കി കാണുക എന്നാണല്ലോ നമ്മൾ വായിക്കുന്നത്. And at that time he came to die for the sins of mankind. ആ സമയത്ത് മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് പരിഹാരമായിട്ട് മരിക്കുവാനാണ് കർത്താവ് വന്നത്. But now he will be coming as the all-conquering king on his battle horse. എന്നാൽ ഇപ്പോൾ ആകട്ടെ എല്ലാം പിടിച്ചടക്കിയ രാജാവിനെ പോലെയാണ് താൻ വരുന്നത്. തന്റെ യുദ്ധ അശ്വമേധത്തിന്റെ മുകളിലാണ് അത് താൻ വരുന്നത് എന്ന് നമുക്ക് കാണാമല്ലോ. And this time he'll be coming to avenge those who live in sin. ഏറ്റവും ഒടുവിലായി താൻ പാപത്തിൽ അധീനപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മരിക്കുവാൻ വേണ്ടിയിട്ടാണ് വന്നതെങ്കിൽ ഇപ്പോൾ താൻ വരുന്നത് പാപത്തിൽ ജീവിക്കുന്നവരെ ശിക്ഷിക്കുവാനും അവർക്ക് എതിരെ നടപടിയെടുക്കുവാനുമാണ്. And we see again in verse 11, he's called faithful and true. ഈ വെള്ളക്കുതിരമേൽ ഇരിക്കുന്ന തന്നെ വിശ്വസ്തനും സത്യവാനും എന്ന പേർ എന്നാണ് നമ്മൾ വായിക്കുന്നത് 11ാമത്തെ വാക്യത്തിൽ. And Jesus is faithful to all that he has promised. കർത്താവായ യേശു ക്രിസ്തു താൻ ഉറപ്പ് നൽകിയ ഓരോ കാര്യത്തിനും വിശ്വസ്തനാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. And it says in 2 Timothy 2:13, even if we are faithless, he remains faithful. 2 തിമോഥെയോസ് 2:13 നാം വായിക്കുന്നത് നാം അവിശ്വസ്തരാണ് എങ്കിലും താൻ വിശ്വസ്തനാണ് എന്നാണ്. And in John we read the Gospel of John, he says that he's the embodiment of truth. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ താൻ സത്യത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരുവനാണ് എന്നാണ് നമ്മൾ മനസ്സിലാവുന്നത്. In John 1:14 we see that he is full of grace and truth. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 14ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് താൻ സത്യത്തിൽ നിറഞ്ഞിരിക്കുന്നു. ഞാൻ ഒന്ന് വായിക്കാം 1:14. And John 8:32 it says, yeah. Oh, you want to read? Yeah. സത്യം നിറഞ്ഞവനായി എന്നാണ് 1:14 വായിക്കുന്നത്. 8:30 John 8:32 says, you will know the truth and the truth will set you free. യോഹന്നാന്റെ സുവിശേഷം 8:32 നമ്മൾ വായിക്കുന്നത് സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്നാണ്. And John 14:6 Jesus says, I am the way, the truth and the life. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് കർത്താവ് യേശു ക്രിസ്തു യോഹന്നാൻ 14:6 പറയുന്നു. So a complete embodiment of truth is our Lord Jesus. സത്യത്തെ പൂർണ്ണമായിട്ടും പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റേത് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. And in contrast to that we see that in the last days that deceptions are going to abound. അതോട് ഉപോത്ബലകമായി നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത് അവസാന നാളുകളിൽ വഞ്ചനയും ചതിവും എല്ലാം വളരെ അധികമായി കാണും എന്നാണ് നമ്മൾ കാണുന്നത്. In that verse 2 Timothy 3:13 says that evil men, impostors will proceed from bad to worse, deceiving and being deceived. 2 തിമോഥെയോസ് 3:13 നാം വായിക്കുന്നത് ദുഷ്ട മനുഷ്യരും മായാവികളും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും എന്നാണ് വായിക്കുന്നത്. So it's not only they are deceiving but they are also being deceived. വഞ്ചിക്കുക മാത്രമല്ല തന്നെത്താൻ വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. And when we come back to Revelation, this verse 11, what it says is also that Jesus is going to be faithful and true in carrying out all his judgments.
19 അധ്യായം 11 വാക്യത്തിൽ നാം വായിക്കുന്നത് വിശ്വസ്തനും സത്യവാനും ആണ് എന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി നീതിയോടെ വിധിക്കുന്നതിലാണ് താൻ വിശ്വസ്തൻ എന്നുള്ള കാര്യവും നാം ഓർക്കുമല്ലോ. And then next we see in verse 12 that his eyes are a flame of fire. 12 വാക്യത്തിൽ തന്റെ കണ്ണ് അഗ്നിജ്വാല എന്നാണ് നമ്മൾ വായിക്കുന്നത്. Similar to what John saw in chapter 1, when he saw Jesus glorified. വെളിപ്പാട് പുസ്തകം 1 അധ്യായത്തിൽ യോഹന്നാൻ നേരിട്ട് കണ്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ വിവരണവും ഇപ്രകാരം തന്നെയായിരുന്നു. And it's talking of his eyes of judgment. ന്യായവിധിയുടെ കണ്ണുകളെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ അന്ന് പഠിച്ചുവല്ലോ. Then verse 12 again says that on his head are many diadems. 12 അധ്യായ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് തലയിൽ അനേകം രാജമുടികൾ ഉണ്ട് എന്നാണ് നമ്മൾ വായിക്കുന്നത്. If you remember that the rider on the white horse in Revelation 6 verse 2, he also had a crown. 6 അധ്യായം വെളിപ്പാട് പുസ്തകം 6 അധ്യായത്തിന്റെ 2 വാക്യത്തിൽ വെള്ളക്കുതിരയിൽ ഇരിക്കുന്നവന്റെ തലയിൽ ഒരു കിരീടമുണ്ട് എന്നാണ് നമ്മൾ വായിച്ചത്. And but here we see that this is Jesus here, and that rider mentioned there was actually the Antichrist. വെളിപ്പാട് 6 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വെള്ളക്കുതിരമേലുള്ള ആ വ്യക്തി എതിർ ക്രിസ്തു ആണ് എന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തു ആണ് എന്നും നാം ഓർക്കണം. And again, when Jesus came last time into Jerusalem, he was given a crown of thorns. യെരുശലേമിൽ താൻ അവസാനമായി കടന്നു വന്നപ്പോൾ തനിക്ക് ഒരു മുൾക്കിരീടമാണ് കൊടുത്തത് എന്നാണ്. But now he'll be wearing his many rightful crowns. ഇപ്പോൾ ആകട്ടെ തന്റെ തലയിൽ അനേകം കിരീടങ്ങൾ ഉണ്ട്, താൻ അനേകം കിരീടങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ വായിക്കും. And then we read that he has a name on him which no one knows except him. 12 വാക്യത്തിൽ നാം തുടർന്ന് വായിക്കുമ്പോൾ എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ എന്ന് നമ്മൾ വായിക്കും. There is what this says is that there is still so much more to know about Jesus. കർത്താവിനെ കുറിച്ച് ഇനിയും കൂടുതലായി നമുക്ക് അറിയുവാനുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. In 1 Corinthians 8 where it talks about knowledge puffs up, the next verse 1 Corinthians 8 verse 2 says that if anyone thinks that he knows something, then he does not know anything. 1 കൊരിന്ത്യർ 8 അധ്യായം അതിന്റെ 1 വാക്യത്തില് നമ്മള് ജ്ഞാനം അറിവ് ചീർപ്പിക്കുന്നു എന്ന് വായിക്കുന്നതിന് ശേഷം ഉടനെ നമ്മൾ വായിക്കുന്നത് താൻ വല്ലതും അറിയുന്നു എന്ന് ഒരുത്തന് തോന്നുന്നു എങ്കിൽ അറിയേണ്ടതുപോലെ അവന് ഇന്ന് വരെ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ തുടർന്ന് 2 വാക്യത്തിൽ വായിക്കുന്നു. And we see in the word of God that the prayer of those who knew him the most was that they would know him more. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ നാം പലപ്പോഴായി കാണുന്നത് ദൈവത്തെ ഏറ്റവും കൂടുതലായി അറിഞ്ഞിട്ടുള്ളവരുടെ പ്രാർത്ഥന എപ്പോഴും അവർക്ക് ദൈവത്തെ ഇനിയും കൂടുതലായി അറിയുവാനായിട്ടുള്ള അറിയുവാനായിട്ടുള്ള ആഗ്രഹമായിരുന്നു അവരുടെ പ്രാർത്ഥന. Like Moses wrote 5 books of the Old Testament, and in Exodus 33 verse 13 he's saying that his prayer is that I might know you and know your ways. മോശ ബൈബിളിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ എഴുതിയ ആ വ്യക്തി പുറപ്പാട് പുസ്തകം 33 അധ്യായം അതിന്റെ 13 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ, നിനക്ക് എന്നോട് കൃപയുണ്ടാകത്തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ എന്നാണ് നമ്മൾ വായിക്കുന്നത്. In the New Testament, Paul has written the maximum books, and in Philippians 3:10 his prayer is that I may know him more. പുതിയ നിയമത്തിലാകട്ടെ ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയത് പൗലോസ് ആണല്ലോ. പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3 അധ്യായം 10 വാക്യത്തിൽ പറയുന്ന അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും കൂടുതലായി ദൈവത്തെ അറിയുന്നതിനുള്ള ആഗ്രഹമാണ് പൗലോസിനും ഉണ്ടായിരുന്നതായി നമുക്ക് മനസ്സിലാകുന്നു. And so when we start to know him, we realize that we need to know so much more about him.
ദൈവത്തെ അറിയാൻ തുടങ്ങുമ്പോഴാണ് നാം മനസ്സിലാക്കുന്നത് ദൈവത്തെ ഇനിയും കൂടുതലായി അറിയുവാനുണ്ട് എന്ന് നമ്മൾ അറിയുന്നത്. And I feel that's going to be one of the joys of eternity, is to be knowing him more and more. നിത്യതയിലുള്ള ഏറ്റവും വലിയ സന്തോഷം അതാണ് എന്ന് ഞാൻ കരുതുകയാണ്. കാരണം അനുനിമിഷം അവനെ കുറിച്ച് കൂടുതലായി അറിയുവാൻ നമുക്ക് കഴിയുമെന്നുള്ളത്, അതിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട്. Then we see that he's clothed in a robe dipped in blood. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ 13ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു എന്നാണ് വായിക്കുന്നത്. So what is this? Whose blood is this referring to? ആരുടെ രക്തമാണ് ഈ തളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. So if you read this prophecy from Isaiah 63 verse 2 and 3. യെശയ്യാ പ്രവചനം 63-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. യെശയ്യാ പ്രവചനം 63 അതിന്റെ 2-3. നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നത് എന്ത്? നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവന്റേത് പോലെ ഇരിക്കുന്നത് എന്ത്? ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജാതികളിൽ ആരും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല. എന്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി, എന്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു. അവരുടെ രക്തം എന്റെ വസ്ത്രത്തിൽ തെറിച്ചു, എന്റെ ഉടുപ്പൊക്കെയും മലിനമായിരിക്കുന്നു. And we keep reading in this chapter and the previous ones that Jesus has come to tread on the winepress of the fierce wrath of God. In verse 15 we read that, Revelation 14:15. നമ്മള് 19-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ക്രോധത്തിന്റെ മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുവല്ലോ. The same thing in Revelation 14:20 also, treading on the winepress of the fierce wrath of God. ഇതേ കാര്യം തന്നെ 14-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ചക്ക് നഗരത്തിന് പുറത്ത്, അത് ദൈവക്രോധം, ദൈവ ന്യായവിധി എന്നുള്ളതാണ് അത് കാണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. So this is the blood of judgment that we are seeing from the treading of the winepress of the wrath. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ദൈവക്രോധത്തിന്റെ മദ്യത്തിന്റെ ചക്ക് മെതിക്കുമ്പോൾ പുറത്തു വരുന്ന രക്തം ന്യായവിധിയുടെ രക്തമാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. Then we see verses 13, we see the familiar word that his name is called the Word of God. അതിനുശേഷം 13-ാമത്തെ വാക്യത്തിൽ നാം തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു എന്ന്. And verse 15 says, from his mouth a sharp sword came out. 15-ാമത്തെ വാക്യത്തിൽ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു എന്നും നമ്മൾ വായിക്കുന്നു. We are all familiar with John 1:1, which says, in the beginning was the Word and the Word was with God. യോഹന്നാൻ 1:1 നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമുണ്ടല്ലോ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു എന്നുള്ളത്. And this is an expression which was understood by both Jews and Greeks at the time. ഇത് എബ്രായർക്കും യവനന്മാർക്കും ആ കാലയളവിൽ വളരെ സുപരിചിതമായതും വളരെ മനസ്സിലാക്കുവാൻ എളുപ്പമായിരുന്നതുമായ ഒരു കാര്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. Now, if you think of the words of a person, especially someone who has a lot of authority, who's you think of the words of a person, you think of his power, his authority and his character. വളരെ അധികാരമുള്ള ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അല്ലെ ആ വചനം എന്ന് പറയുന്നത് തന്റെ ശക്തിയെയും തന്റെ അധികാരത്തെയും തന്റെ സ്വഭാവ സവിശേഷതയും ആണ് കാണിക്കുന്നത്. So a person in power, say the prime minister says a word, he tells something to be done, we know that it's going to be carried out. വളരെ അധികാരമുള്ള ഒരു വ്യക്തി അത് പറയുമ്പോൾ, ഉദാഹരണത്തിന് പ്രധാനമന്ത്രി അത് ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ് ആ കാര്യം സംഭവിക്കും, അത് നടക്കും എന്നുള്ളത്. And in the Old Testament also, the word of God, we see that it's connected to this, that it's God's powerful activity in creation. That is one of the things that we see.
പഴയ നിയമത്തിലും വചനം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ഈ ഒരു അധികാരത്തെയും ശക്തിയുമാണ് കാണിക്കുന്നത്. ഉദാഹരണത്തിന് ദൈവത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നതാണ് സൃഷ്ടിയുടെ സമയത്ത് നമ്മൾ കാണുന്നത്. So we see how powerful God is, because he just says the word and the universe was created. ദൈവം എത്രമാത്രം ബലവാനും ശക്തിമാനുമാണ് എന്നുള്ള ശക്തിയുള്ളവനുമാണ് എന്നുള്ള ഒരു കാര്യം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു വചനം താൻ പറഞ്ഞതിലൂടെ എല്ലാ കാര്യങ്ങളും ഉളവായി, കാണുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട്. And then in the Old Testament, God's word was also revelation to the people. പഴയ നിയമത്തിൽ ഈ ദൈവത്തിന്റെ അധികാരത്തെയും ശക്തിയെയും കാണിക്കുന്നത് പോലെ തന്നെ ദൈവത്തിന് പറയുവാനുള്ള വെളിപ്പാടുകളും അതിനെ സൂചിപ്പിക്കും. For example, it says the word of God came to Jeremiah, the word of God came to Isaiah. ഉദാഹരണത്തിന് ഇരമ്യാ, യെശയ്യാ പ്രവാചകന്മാർക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ വചനം ലഭിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും അവർ പ്രവചിച്ചു. The word of God was also deliverance for his people. അതുപോലെ തന്നെ ദൈവവചനം എന്ന് പറയുന്നത് തന്റെ മക്കൾക്ക്, തന്റെ ജനത്തിന് ഒരു വിടുതലും കൂടിയായിരുന്നു എന്ന് നമുക്ക് പഴയ നിയമത്തിൽ കാണാം. Psalm 107, he sent his word and healed their disease. 107 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ തന്റെ വചനം അയച്ച് അവൻ അവരെ സൗഖ്യമാക്കി എന്ന് നമ്മൾ വായിക്കുന്നുള്ളൂ. So, these were the activities in the Old Testament which happened, which made a person sense the presence and closeness of God. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് ദൈവത്തിന്റെ അതിപരിശുദ്ധനായ ദൈവം അവിടെ ഉണ്ട് എന്ന് ആൾക്കാർ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് ഈ വചനത്തിന്റെ ശക്തിയിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. Because till then God is spirit, God is spirit, and so you can't see spirit, but when you see the effect of his word, then you know and you feel the presence and closeness of God. ദൈവം ആത്മാവാണെന്നും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വെളിപ്പെട്ടു വരുന്നത് വചനത്തിലൂടെയാണ് എന്നുമാണ് നമുക്ക് മനസ്സിലാകുന്നത്. And so when we say that in the word became flesh, that word was personified in the Lord Jesus. വചനം ജഡമായി തീർന്നു എന്ന് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയും ശക്തിയും ഇത്രയും അധികാരവുമുള്ള ആധികാരികതയുമാണ് മനുഷ്യനായി തീർന്നത്, ജഡമായി തീർന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. So so Jesus became that word which we can sort of relate to, and now we have a person that we relate to. കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി തീർന്ന ആ സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും ദൈവവുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് ഒരു മാർഗം വന്നിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. A person who actually came and dwelt among his creation and became a part of them, part of their lives. തന്റെ സൃഷ്ടിയായ മനുഷ്യനോടൊപ്പം ജീവിക്കുവാനും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരുവാനും താൻ തന്നെ ഒരു മനുഷ്യനായി തീരുന്നു. And this word, it says that the word is a sharp two-edged sword that works in our lives. Hebrews 4:12. ഈ വചനം തന്നെയാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കുന്നതും വരെ തുളച്ചു ചെല്ലുന്നതുമായുള്ള വചനം എന്ന് പറയുന്നത്. And this is also the word that we use in warfare against the enemy. ഇതേ വചനം തന്നെയാണ് നാം ശത്രുവിനെതിരെ പോരാടുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആയുധവും. And this is going to be the same word that will finally destroy his enemies. ഇതേ വചനം തന്നെയാണ് അവസാന നാളുകളിൽ തന്റെ ശത്രുക്കളെ എല്ലാം നിർമൂലമാക്കുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ ഇപ്പോഴും വായിച്ചു. So as we read on, we see that he's the word of God and he's followed by armies. We see that in verse 14 that
the armies which are in heaven. In plural it is written. In Malayalam it is സ്വർഗത്തിലെ സൈന്യം, it is singular. Okay. 14ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിലെ സൈന്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഹുവചനമാണ് എന്ന് നമുക്ക് കാണാം. So who are these armies? It comprises of the angels. ഈ സൈന്യങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ദൂതന്മാരും and it's the saints. വിശുദ്ധന്മാരും ആയിട്ടുള്ളവരെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Because if you see all these references that are mentioned, you'll see it is mentioned that coming with the angels, coming with the holy ones, coming with the saints. ഈ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ വാക്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ബഹുവചനം, അതായത് ദൂതന്മാരോടൊപ്പവും വിശുദ്ധന്മാരോടൊപ്പവുമാണ് കർത്താവ് വരുന്നത് എന്നുള്ളത്. Okay. And then we read on that on his robe and on his thigh he had the name written, King of Kings and Lord of Lords. 16ാമത്തെ വാക്യത്തിൽ തന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്ന തന്റെ നാമം രാജാധിരാജാവും കർത്താധികർത്താവും എന്ന് നമ്മൾ വായിക്കുന്നു. Ever since the fall, you see that man has been trying to assert power over one another. ഏദൻ തോട്ടത്തിൽ സംഭവിച്ച വീഴ്ചയ്ക്ക് ശേഷം എപ്പോഴും മനുഷ്യൻ മറ്റുള്ളവരുടെ മേൽ തന്റെ അധികാരം ചുമത്തുന്നതിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. And we've seen that there are many mighty kings who have come and gone. അനേകം രാജാക്കന്മാര് വന്നിട്ടുണ്ട്. അതിനുശേഷം അവർ വന്നതുപോലെ തന്നെ പോവുകയും ചെയ്തു. But Jesus is the king. He's the king over all kings. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു രാജാക്കന്മാരുടെ മേലെയുള്ള രാജാവും, and he is the one who all kings have to obey and answer to. അതോടൊപ്പം തന്നെ അവനാണ് ഏക രാജാവ്. മറ്റു രാജാക്കന്മാരെല്ലാവരും തന്നെ അനുസരിക്കുന്ന ഏക രാജാവും അവൻ തന്നെയാകും. Even when Jesus was in a manger, when he had come in the manger, we see an example of how the kings have to obey him. താൻ കാലിത്തൊഴുത്തിൽ പിറന്നപ്പോൾ അപ്പോൾ പോലും അന്നത്തെ രാജാക്കന്മാരെല്ലാവരും തന്റെ നിയമത്തിനനുസരിച്ച് അത് അനുസരിക്കുവാനായിട്ട് ബാധ്യതയുള്ളവരായി തീരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. When Jesus was born at the reign of Augustus Caesar, ഔഗസ്തോസ് കൈസർ എന്ന ആ രാജാവിന്റെ കാലയളവിൽ ജനിച്ച ഈ കർത്താവ്, at that time he was the most powerful and magnificent king of the time, ruler of the time. ആ കാലയളവിലെ ഏറ്റവും അധികാരവും ഏറ്റവും ശക്തിയുമുള്ള ഒരു രാജാവായിരുന്നു ഔഗസ്തോസ് കൈസർ. From Augustus we get the term August occasion. When in English we say this is an August occasion, no? ഈ രാജാവിന്റെ പേരിൽ നിന്ന് തന്നെയാണ് ഇംഗ്ലീഷില് ഓഗസ്റ്റ് എന്നുള്ള ഈ ഒരു പദം തന്നെ വന്നിരിക്കുന്നത്. And this king, he thought that he is so powerful that I'll just give a decree that everyone has to be, a census has to be taken, everyone has to be go and registered from their own place. This thought came to his mind. അഗസ്തോസ് കൈസറിന്റെ കാലയളവിൽ താൻ വിചാരിക്കുന്നത് ഈ കാലയളവിൽ ഞാൻ ഒരു നിയമം കൊണ്ടുവരാം, എല്ലാവരും തന്റേതായ പട്ടണത്തിൽ പോയി തങ്ങളുടെ നാമമെല്ലാം രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ഒരു നിയമം കൊണ്ടുവരാമെന്ന് താൻ ചിന്തിക്കുകയാണ്. So he gave this order, and because he gave this order, Joseph and Mary went to Bethlehem, and because they went to Bethlehem, a 700-year-old prophecy was fulfilled. ഇങ്ങനെ ഒരു നിയമം വന്നതുകൊണ്ടാണ് യോസേഫും മറിയയും ബെത്ലഹേം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി തങ്ങളുടെ നാമം രജിസ്റ്റർ ചെയ്യുവാനായിട്ട് പോയത്. അതുകൊണ്ടാണ് ബെത്ലഹേമിൽ പോയത് കൊണ്ടാണ് 700 വർഷം മുമ്പ് പ്രവചിക്കപ്പെട്ട ആ ഒരു പ്രവചനം നിറവേറിയത്. So if that order was not there, Jesus would have been born in Galilee.
ആ നിയമമില്ലായിരുന്നുവെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ഗലീലയിൽ ജനിക്കുമായിരുന്നു എന്ന് നമുക്ക് So God commanded Augustus to command the order. അപ്പോൾ ദൈവമാണ് അഗസ്തോസ് കൈസറിനോട് ഇങ്ങനെ ഒരു നിയമം പുറപ്പെടുവിക്കുവാനായിട്ട് അഗസ്തോസ് കൈസറിനെ നിയമിച്ചത് We always need to understand that, you know, we see only the ruler on earth in control, but that God is overall in control of everything that is happening. നാം നോക്കുമ്പോൾ ഈ ലോകത്തിൽ രാജ്യത്വം വഹിക്കുന്ന രാജാക്കന്മാരെ മാത്രമേ നമുക്ക് കാണുകയുള്ളൂ. പക്ഷെ നാം എപ്പോഴും ഓർക്കണം, ഇതിന്റെയൊക്കെ മേലെ രാജ്യത്വം വഹിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. So even today, Jesus is King of Kings and Lord of Lords. ഇപ്പോഴും രാജാതി രാജാവും കർത്താതി കർത്താവും കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് എന്ന് നമുക്ക് ഓർക്കാം. But that time is coming when he will return, and then the whole world will acknowledge that he is indeed King of Kings and Lord of Lords. താൻ ലോകത്തിലേക്ക് തിരികെ വരികയും അപ്പോൾ ഈ ലോകത്തിലുള്ളവരെല്ലാവരും അവനെ രാജാതി രാജാവായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സമയം വരും എന്ന് ഓർക്കാം. And so what is Jesus going to do when he comes? തന്റെ രണ്ടാമത്തെ വരവെങ്കിൽ കർത്താവ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. So in verse 11 it says that he's going to judge and wage war, and he's going to do it in righteousness. 11ാമത്തെ വാക്യത്തിൽ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് താൻ വരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. And you know, because we are so used to seeing, you know, so much wars and you know, wickedness happening now, but we need to be assured that Jesus is going to do it in all impartiality and righteousness. നാം നമ്മുടെ ചുറ്റും അനേകം യുദ്ധങ്ങളും അനേകം ന്യായവിധികളും എല്ലാം കാണുമ്പോൾ, കപടതകളെല്ലാം കാണുമ്പോൾ നാം എപ്പോഴും ഓർക്കണം, കർത്താവായ യേശു ക്രിസ്തു ചെയ്യുന്ന ആ ന്യായവിധി വളരെ നീതിയോടെയാണ്, ഒരു കൃത്യമായ രീതിയിലും നീതിയോടെയുമാണ്, ഒരു പക്ഷപാതവും ഇല്ലാതെയാണ് താൻ ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. And we read that he's going to strike down the nations with his word. തന്റെ വചനം കൊണ്ട് രാജ്യങ്ങളെ എല്ലാം നേരിടുമെന്നാണ് നമ്മൾ വായിക്കുന്നത്. And he'll rule over them with a rod of iron in verse 15. 15ാമത്തെ വാക്യത്തിൽ ഇരുമ്പ് കോൽ കൊണ്ട് താൻ രാജ്യത്വം വഹിക്കുമെന്ന് നമ്മൾ വായിക്കുന്നു. And he will tread the winepress of God's great wrath. കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക അവൻ മെതിക്കുന്നു എന്ന് പറയും. And then we are going to see his role in the final battle. അവസാനത്തെ യുദ്ധത്തിന്റെ സമയത്ത് താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൂടെ നമുക്ക് നോക്കാം. And so we come to the final battle of the war, that is Armageddon. അവസാനത്തെ യുദ്ധമായ ഹർമഗദോനിൽ നടക്കാൻ പോകുന്ന യുദ്ധം, അതിനെ കുറിച്ച് നമുക്ക് നോക്കാം. You know, so what there are Old Testament passages also which talks about the wars in the last days. പഴയ നിയമത്തിലും അനേകം സ്ഥലങ്ങളിൽ അവസാന നാളുകളിൽ നടക്കുവാൻ പോകുന്ന യുദ്ധത്തെ കുറിച്ച് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. And you know, the descriptions of all of them are, you know, not the same. There are variations in these description. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് അതിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. That is because the whole, you know, tribulation period is going to be a time of multiple wars going on. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മഹാപീഡന കാലത്തിന്റെ കാലയളവ് മുഴുവനും അനേകം യുദ്ധങ്ങളും എല്ലാം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് പല രീതിയിൽ പല വ്യാഖ്യാനങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് കാണുന്നത്. That's what even Jesus said, that you know, in the end times, as nations will rise against nations. കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ആ ഒരു വാക്കുകൂടെ നമുക്ക് ചിന്തിക്കാം. അവസാന കാലയളവിൽ രാജ്യങ്ങൾക്കെതിരെ തിരിയും എന്ന് കർത്താവ് പറയുന്നുണ്ടല്ലോ. And you know, from Daniel, what we can understand is that the Antichrist will be a man of war, even though initially he shows himself to be a man of peace.
ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഇത് ക്രിസ്തു തുടക്കത്തിൽ സമാധാനപരമായിട്ടാണ് വരുന്നതെങ്കിൽ പോലും പിന്നീട് താൻ യുദ്ധത്തിന്റെ മുറകൾ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. And there'll be multiple battles. He'll fight with the kings of south, that is the kings of Egypt, Libya, and he'll conquer them. He'll be even among the his own rulers. He will subdue 3 other kings and rise to power. തന്റെ ആ കാലയളവിൽ അനേകം യുദ്ധങ്ങൾ താൻ കൊണ്ടുവരുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ വായിക്കുമ്പോൾ ഈജിപ്ത്, ലിബിയ എന്ന രാജ്യങ്ങളോട് യുദ്ധം പോരാടുകയും അവരെ പിടിച്ചടക്കുകയും ചെയ്യും. 10 രാജാക്കന്മാർ തനിക്കുള്ളതിൽ 3 പേരെ തോൽപ്പിക്കുകയും അവർക്ക് മേൽ അധികാരം ചുമത്തുകയും ചെയ്യും എന്നെല്ലാം നമ്മൾ വായിക്കുന്നു. In addition to that, we read in the seals, the scrolls, the 7 seal judgment. We read that the second seal was on wars, the red horse. നമ്മൾ 7 മുദ്രകൾ ന്യായവിധികളെ കുറിച്ച് പഠിച്ചപ്പോൾ രണ്ടാമത്തെ മുദ്ര ചുവപ്പ് കുതിരയമേൽ വരുന്ന ആ രണ്ടാമത്തെ ന്യായവിധി എന്ന് പറയുന്നത് യുദ്ധത്തെയാണ് കാണിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചുവല്ലോ. And the initial, when we read Daniel's that weeks, we saw the 70th week, that initial 3.5 years of peace. After that, the Antichrist is going to show his true colors, and he's going to cause wars and desolations. അവസാന നാളുകളിൽ, അവസാനത്തെ 3.5 വർഷ കാലയളവിൽ തന്റെ യഥാർത്ഥ നിറം പുറത്തു വരികയും യുദ്ധത്തിലൂടെ താൻ പിടിച്ചടക്കുകയും ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും എന്നാണ് നമ്മൾ കാണുന്നത്. So we see there will be a lot of, it's going to be a time of different battles taking place. അനേകം യുദ്ധങ്ങൾ സംഭവിക്കുന്ന ഒരു കാലയളവാണ് അത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. And in Zechariah 14 verse 2 we see that Israel is also going to be at the center of all these battles that are taking place. സെഖരിയ പ്രവചനം 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇസ്രായേൽ ഇതിന്റെ ഒത്ത നടുവ്, ഈ യുദ്ധങ്ങളുടെയൊക്കെ ഒത്ത നടുവിൽ തന്നെ ഇസ്രായേലും ഉണ്ട് എന്ന് നമ്മൾ വായിക്കുന്നു. And many will flee from Israel. We saw that in Revelation chapter 11 and 12 also. വെളിപ്പാട് പുസ്തകം 11-ലും 12-ലും നമ്മൾ കണ്ട പോലെ അനേകർ ഇസ്രായേൽ രാജ്യത്തിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യും എന്ന് നമ്മൾ കാണുന്നു. And then we saw that what we are saying is that for this final battle, the false prophet, the Antichrist, and Satan, they will bring about a massive deception on the nations. എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും പിശാചും വളരെ അധികമായി ഈ ലോകത്തിലുള്ളവരെ എല്ലാവരെയും വഞ്ചിക്കുകയും ഈ യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യുമെന്നാണ് നമ്മൾ കാണുന്നത്. They saw that in Revelation 16 verse 13 and 14. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ നമ്മൾ കണ്ടല്ലോ. Where these unclean spirits of demons. You want me to read that? Yeah. You want to read that? 13. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവഭൂതത്തിലും ഉള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. So these nations are all, in the end what will happen is these 4 demons will deceive all the nations and they will gather together to fight against Jesus and his armies. ഒടുവിലത്തെ സമയമാകുമ്പോൾ ഈ ഭൂതാത്മാക്കൾ എല്ലാം തന്നെ ഈ രാജ്യങ്ങളെയും രാജാക്കന്മാരെയും എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ട് ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. In Revelation 19 verse 19. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ അത് തന്നെയാണ് വായിക്കുന്നത്. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നു കൂടിയത് ഞാൻ കണ്ടു. And then we see the fate of the beast and the false prophet and their followers.
ആ മൃഗത്തിന്റെയും കള്ളപ്രവാചകന്റെയും അവരെ അനുഗമിക്കുന്ന അനുയായികളുടെയും അവസാനം എന്താണ് So എന്ന് in നമ്മൾ this പിന്നീട് final, കാണും. in this final battle, there's going to be a lot of bloodshed. ഈ അവസാനത്തെ യുദ്ധത്തിന്റെ സമയമാകുമ്പോൾ അനേകം രക്തം ചൊരിയപ്പെടും എന്നാണ് And നമ്മൾ കാണുന്നത്. it is called, what we read here, it is called the Great Supper of God. നാം ഇവിടെ വായിക്കുന്നത് മഹാദൈവത്തിന്റെ അത്താഴം എന്നാണ് അതിനെ വായിക്കുന്നത്, അതിനെ കാണുന്നത്. We see the big contrast. It's in the third point I put that those who believe in Jesus are partakers of the marriage supper of the Lamb, while those who follow the beast are on the menu list of the Great Supper of God. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഈ അത്താഴ വിരുന്ന് വിവാഹ വിരുന്നില് പങ്കെടുക്കുവാനായിട്ട് ക്ഷണിക്കപ്പെട്ടവരാണ്. എന്നാൽ മൃഗത്തെയും കള്ളപ്രവാചകനെയും അനുഗമിക്കുന്നവർ ആ തീന്മേശയിലെ വിഭവങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. And this is the time that going to be bloodshed, and the winepress of the great wrath of God will be released. And ഈ സമയത്താണ് ദൈവത്തിന്റെ ക്രോധത്തിന്റെ ആ ചക്ക് മെതിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ ആ ക്രോധം ഏറ്റവും ശക്തമായി ന്യായവിധി നടത്തുന്നത് ഈ സമയത്താണ്. And Jesus will overcome by the sword of his mouth. കർത്താവായ യേശുക്രിസ്തു ഇതിനെ എല്ലാം തന്റെ വായിൽ നിന്ന് വരുന്ന ആ വാളാൽ ജയിക്കും എന്നാണ് നമ്മൾ കാണുന്നത്. Jesus will single-handedly with his word, he's going to destroy everyone. കർത്താവായ യേശുക്രിസ്തു താൻ ഒറ്റയ്ക്ക് തന്നെ തന്റെ വചനത്തിന്റെ ശക്തിയാൽ ഇവരെ എല്ലാം ജയിക്കും എന്നാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. So that also means, when we are raptured and when we are in heaven, we won't need to train in any martial arts or sword fighting when we are coming back, because Jesus is going to take care of the whole thing. നമ്മൾ രക്ഷിക്കപ്പെട്ട നാം ഓരോരുത്തരും എടുക്കപ്പെടുമ്പോൾ നാം സ്വർഗത്തിൽ ചെന്ന് ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒറ്റയ്ക്ക് തന്നെ കർത്താവായ യേശുക്രിസ്തു ഈ യുദ്ധം ജയിക്കും എന്നുള്ള ഉറപ്പാണ് നമുക്കുള്ളത്. By the breath of his mouth, the Antichrist and the power of the Antichrist and his activities will be destroyed. We read that in 2 Thessalonians 2:8. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും, അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും എന്ന് നമ്മൾ വായിക്കുന്നു. And then finally this Antichrist and the false prophet, they're going to be the first occupants of the eternal hell. എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും നിത്യ നരകത്തിലെ ആദ്യം പ്രവേശിക്കുന്ന വ്യക്തികളായി തീരുന്നു എന്ന് നമ്മൾ കാണുന്നു. Because right now we know that it is only the abyss is there, and Hades is there where the souls are being tormented. But the final lake of fire, Gehenna, it will be opened up first to the Antichrist and the false prophet. നമ്മൾ ഇത്രയും നാളും നമ്മൾ പഠിച്ചതുപോലെ അബിസ് എന്നും ഹെയ്ഡീസ് എന്നും പല സ്ഥലങ്ങളിലാണല്ലോ അശുദ്ധാത്മാക്കൾ എല്ലാം ഇരുന്നു കൊണ്ടിരുന്നത്. എന്നാൽ നിത്യ നരകം എന്ന് പറയുന്ന ആ സ്ഥലം തുറക്കപ്പെടുകയും അതിൽ ആദ്യമായി എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനെയും തള്ളിയിടുമെന്ന് നമ്മൾ കാണുന്നു. So to summarize these what we have studied today, നമ്മൾ ഇന്ന് പഠിച്ചതിന്റെ സാരം എന്താണെന്ന് ഒന്നുകൂടെ നമുക്ക് നോക്കാം. So Jesus is returning with great power and glory to bring an end to wickedness. തിന്മയെ ജയിക്കുവാനായിട്ട്, തിന്മയെ തോൽപ്പിക്കുവാനായിട്ട് തന്റെ പൂർണ്ണ ശക്തിയോടെയും പൂർണ്ണ മഹത്വത്തോടെയും കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുന്നു. And he's coming as King of Kings and Lord of Lords. താൻ വരുന്നത് രാജാധിരാജാവും കർത്താധി കർത്താവുമായിട്ടാണ് വരുന്നത്. And he'll be coming with the armies of the saints and the angels. താൻ വരുന്നത് വിശുദ്ധന്മാരും ദൂതന്മാരുമായുള്ള തന്റെ സൈന്യങ്ങളോട് കൂടെയാണ്. And the beast, the false prophet, the kings of the earth with their armies, they will all gather together for that final battle. മൃഗവും
കള്ളപ്രവാചകനും അവരുടെ കീഴിലുള്ള രാജാക്കന്മാരും എല്ലാം തങ്ങളുടെ സൈന്യങ്ങളെല്ലാം ഒത്തുചേർന്ന് ഈ രാജാതി രാജാവിനെതിരെ യുദ്ധം ചെയ്യുവാനായിട്ട് ഒന്നിച്ചുകൂടും. And we see that Jesus is the all-powerful Word who will conquer by the sword of his mouth. അതിനുശേഷം കർത്താവായ യേശു ക്രിസ്തു തന്റെ വായിൽ നിന്ന് വരുന്ന വചനത്തിന്റെ ശക്തിയാൽ ആ യുദ്ധം ജയിക്കും എന്ന് നമ്മൾ കണ്ടു. And the Antichrist and the false prophet will be the first occupants of hell. എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും നിത്യ നരകത്തിന്റെ ആദ്യം പ്രവേശിക്കുന്ന ആൾക്കാരായി തീരും. And all the human followers will be the great supper of God for the birds. അവരെ അനുഗമിച്ച വ്യക്തികളെല്ലാം തന്നെ കർത്താവിന്റെ അത്താഴത്തിൽ പക്ഷികൾക്ക് ആഹാരമായി തീരും എന്ന് നമ്മൾ കണ്ടു. Yeah. So is there any doubts? Anyone has any questions? So next